അങ്ങനെ ഞാൻ ജർമ്മനിയിലെ ഒരു ദ്വീപിലെത്തി. ഹലോ, എൻ്റെ പേര് ശ്രുതി. ഞാൻ ജർമ്മനിയിൽ നഴ്സിംഗ് ഹോസ്പിറ്റലും ചെയ്യാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ 5:45 ആയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി. എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അഭയ അഞ്ചിനെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലാണ് വീട്ടുകാരുണ്ട്, ഇവിടെയാണ് കൂട്ടുകാരുണ്ട്. ശരിക്കും ഞാൻ ഒരു ഭാഗ്യവതി തന്നെ. ഞങ്ങളുടെ ക്ലാസ്സിലുള്ള 5 പേരും കൂടെയാണ് ഒരു കാറിന് പോയത്. നമ്മുടെ ഈ നാട്ടിലൊക്കെ വണ്ടി ഓടിക്കുന്നവർ ഈ ജർമ്മനിയിലെ ഓട്ടോബാനിലേക്ക് വന്ന് വണ്ടി ഓടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. കാരണം ഇവിടെ ഇങ്ങനെ സ്പീഡിലായിരിക്കും ഓട്ടോബാനിലൂടെ ഓടിച്ചു പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളും ഉണ്ടായിരുന്നു. ഈ വിൻഡ് മില്ലും അതിനകത്ത് കുറെ പാടത്തിൽ കടുകൊക്കെ പൂത്ത് നല്ല മഞ്ഞ കളറിൽ സൂപ്പറായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ കുറച്ചങ്ങ് ചെന്നപ്പോൾ കുറച്ച് ആടുകളൊക്കെ ഉണ്ട്, കുറേ ആടുകളൊക്കെ ഉണ്ട്. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് എവിടെയോ എനിക്ക് ചെമ്മരിയാടിനെ പോലെ തോന്നി. ഇനിയിപ്പോൾ ഇത് ചെമ്മരിയാടാണോ ഉറപ്പ് ഞാൻ പറയണില്ല കേട്ടോ. അങ്ങനെ നീണ്ട 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആ സ്ഥലത്തെത്തി. കീഴിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടുന്ന് ഞങ്ങളിപ്പോൾ ഡാഗേബിൾ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് ഇനി അമ്രൂമിലേക്ക് പോകണം. അവിടേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. ഏകദേശം 22 യൂറോ ആയി. അവിടെ 2 ബോക്സുകൾ കണ്ടു. ഒന്നിനകത്ത് നല്ല തിളങ്ങുന്ന ഹേർട്ട് ഷേപ്പിലുള്ള കല്ലുകളും പിന്നെ ഒന്നിൽ ബോളും ആയിരുന്നു ഉള്ളത്. ഇതിന് 2നും 2 യൂറോ ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ നേരെ ഷട്ടിൽ ബസ് വന്നു, അതിൽ കയറി പോയി. അവിടെ എത്തി നേരെ ഷിപ്പിൽ കയറിയ പാടെ ആദ്യം തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഷിപ്പിലെ ഫുഡെല്ലാം നല്ല പൈസ ഉള്ളതാണ്. ഞാനൊരു ബ്രോഡ്ഷനും പിന്നെ ബട്ടറുമാണ് മേടിച്ചത്. കുറേ നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്ത് നിന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ജാക്കറ്റ് ഇട്ടുകൊണ്ട് പിന്നെ ആ തണുപ്പ് അങ്ങ് അറിഞ്ഞില്ല. അങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അമ്രൂം എന്ന് പറയുന്ന ദ്വീപിലെത്തി. അമ്രൂമിൻ്റെ ഏറ്റവും അറ്റത്തണുപ്പ് ഞങ്ങളുള്ളത് വിഡ്ഡൂൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഇവിടുന്ന് സാറ്റൽഡൂണിലേക്ക് ഞങ്ങൾക്ക് പോകണം. അത് പിന്നെ നാളെയാണ് പോകേണ്ടത്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ്. ഞങ്ങൾ മൊത്തം 10 സ്റ്റുഡൻസും ഒരു ടീച്ചറുമാണ് കൂടെ ഉള്ളത്. ഈ ബാക്കി 9 പേരും ജർമ്മൻസ് ആണ്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു ഈ യാത്ര. പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ നേരെ എഡാക്കിലേക്ക് പോയി. കാരണം വെള്ളം ഒന്നും കുടിക്കാൻ ഇവിടെ ഇല്ലായിരുന്നു. പോകുന്ന വഴി വീടിന്റെ ഫ്രണ്ടുകളിൽ ഇങ്ങനെ ട്യൂലിപ്പ് ചെടികൾ ഉണ്ടായിരുന്നു. അതും കളർഫുൾ ആയിട്ടുള്ള ചെടികൾ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇടയ്ക്ക് എത്തി വെള്ളം മേടിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ എന്തെങ്കിലും കഴിക്കാന്ന് കരുതിയിട്ട് പോയി. എല്ലാവരും ഐസ്ക്രീം, കേക്ക് ഇതൊക്കെയാണ് മേടിച്ചത്. സത്യം പറഞ്ഞിട്ടുണ്ട് ഉച്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ സൈക്കിളൊക്കെ റെന്റിന് എടുക്കുന്ന കടയില്ലേ അങ്ങോട്ടേക്ക് പോയി. കാരണം നാളെ ഞങ്ങൾക്ക് ഈ ദ്വീപിന്റെ ഏറ്റവും അറ്റത്തേക്ക് ചെല്ലണം. അവിടെയാണ് ഞങ്ങൾക്ക് ക്ലാസ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് സൈക്കിളിന് പോകാനാണ് പ്ലാൻ. പക്ഷേ ഞാൻ സൈക്കിളിനല്ല പോകുന്നത്. കാരണം എനിക്ക് നടുവേദന ഉള്ളതുകൊണ്ട് സൈക്കിൾ അങ്ങനെ ഒത്തിരി ചവിട്ടാൻ പറ്റത്തില്ല. ഞാൻ ബസ്സിനാണ് പോകുന്നത്. ഈ കടലിലെ വെള്ളം ഇറങ്ങിപ്പോകുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുള്ള മണലാണിത് ഫുള്ള്. അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ കുറേ നടന്നു. സത്യം പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും കൂടി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ദൂരം ഞങ്ങൾ അങ്ങനെ നടന്നുപോയി. ഒരുപാട് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് സമയം 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രിയിലത്തെ ഡിന്നറും കഴിച്ചു. ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ.